നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്ന ആദ്യം റേറ്റ് കൂടിയത് കാണിക്കണോ അതോ റേറ്റ് കുറഞ്ഞത് കാണിക്കണോ പറ. ഞാൻ എൻ്റെ സ്റ്റാഫ് മീറ്റിങ്ങിന് സ്റ്റാഫുമായിട്ടുള്ള സംസാരത്തിൽ ഞാൻ ചോദിക്കും, ആദ്യം നല്ല കാര്യം പറയണോ അതോ മോശം കാര്യം പറയണോ? അപ്പോൾ അവരെന്നും പറയും ആദ്യം മോശം കാര്യം പറയാൻ. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പോകണമെങ്കിൽ മോശം കാര്യം മുഴുവൻ മറന്നു പോകല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം വില കൂടിയത് കാണിക്കണോ അതോ വില കുറഞ്ഞത് കാണിക്കണോ? ആദ്യം നല്ലത് കാണിക്കാം അല്ലേ, എല്ലാം നല്ലതാട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ ജൂട്ട് സാരി. ജൂട്ട് സാരിയുടെ വേർഷൻസ് ധാരാളം നമ്മൾ കാണുന്നതാണ്, ഡെയിലി കാണുന്നതാണ്. ഇപ്പം പണ്ടത്തെ പോലല്ലല്ലോ, ഈ ഓൺലൈൻ ഉള്ളത് കൊണ്ട് എല്ലാ മനുഷ്യർക്കും എല്ലാ സാരികളെ പറ്റിയൊക്കെ അറിയാം. പണ്ടൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ ചെറിയതലേ പ്രായത്തിൽ നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നാൽ മാത്രം അവർ കാണിക്കുന്നതാണ് ട്രെൻഡ്, അവർ കാണിക്കുന്നതേ നമുക്കറിയുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ മോഡൽ എന്ന് അവർ പറഞ്ഞാൽ നമ്മൾ അതാണെന്ന് വിശ്വസിക്കുക. അല്ല, നമുക്ക് വേറെ ഒരു മീഡിയയും ഇല്ല ഇത് ആണോ. പിന്നെ വനിത അതുപോലൊക്കെയുള്ള മാഗസിൻസ്, ഫാഷൻ വീക്ക് അങ്ങനത്തെയൊക്കെ മാഗസിൻസ് ഒക്കെ വായിക്കുന്നവർക്ക് കുറച്ചുകൂടെയൊക്കെ അറിയാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഏത് നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് കാര്യങ്ങളും എല്ലാം സർവ്വതും അറിയാം. കാരണം ഒറ്റ ക്ലിക്കിലുണ്ട്, ഇൻ്റർനെറ്റിൽ നോക്കിയാൽ മതി അല്ലേ, ഓൺലൈനിൽ നോക്കിയാൽ മതി. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാരികളിലൊന്നാണ് മറ്റേ ജൂട്ട്, അതിനകത്ത് ബനാറസി ബോർഡറും കൂടെ വരുന്നത് കണ്ടോ. ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് റേറ്റ് ഉള്ളതും റേറ്റ് കുറഞ്ഞതുമായിട്ടുള്ള സാരികൾ ഇറങ്ങുന്നുണ്ട്, എല്ലാ സ്റ്റഫിലും ഇറങ്ങുന്നുണ്ട്. പക്ഷെ അത് സ്റ്റഫ് പിടിച്ച് നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം അറിയത്തുള്ളൂ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സാദൃശ്യം ഭയങ്കരമായിട്ട് തോന്നും, പക്ഷേ സ്റ്റഫ് പിടിച്ച് നോക്കുമ്പോൾ ആനയാണ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് താനും. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ഇന്ന് കാണിക്കുന്ന സാരി എല്ലാം ഇന്നലെ വന്ന സാരീസാണ്. ഇത് നല്ല ബ്ലാക്കിൽ നല്ല ഭംഗിയാണ്. ഞാൻ ഇത്രയും കാണിച്ചിട്ടും മുന്താണി കാണിക്ക്, ബ്ലൗസ് കാണിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സാരി കണ്ടിട്ട് കിട്ടാതെ പോകുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തെല്ലാം കാണിക്കുന്നില്ലേ, അത് തന്നെ പിന്നെ രാത്രി കട അടച്ചു കഴിയുമ്പോൾ കാണിക്കാൻ പറയും. അപ്പം ഞാൻ എങ്ങനെ ഇവിടെ നിന്നിട്ട് കാണിക്കും? എന്നിട്ട് പറയും പിറ്റേ ദിവസം വന്നിട്ട് പറയും കാണിക്കുമോ ചോദിക്കുമ്പോഴത്തേനും ആ സാധനം രാത്രി സെയിലായിപ്പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ കാണണം കേട്ടോ, സ്കിപ്പാക്കാതെ വീഡിയോ പറ്റുമെങ്കിൽ കാണാം. ഇത് കണ്ടോ, മുന്താണി കണ്ടോ എന്നാ രസം നോക്ക്. ഒരു മറ്റേ നമ്മുടെ ഒരു ബാവഞ്ചി ബോർഡർ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നല്ലൊരു വീവിങ് ആണ് ഇതിൻ്റെ മുകളിലത്തെ ബോർഡർ. ഇങ്ങനെ താഴത്തെ ബോർഡർ നമുക്ക് നടിപ്പിച്ച് കാണിച്ച് നല്ല ബനാറസി ബോർഡർ. മെറ്റീരിയൽ ജൂട്ട് ഒരു ടസർ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. മീൻസ് നമ്മൾ മഡ്കാ ടസർ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റഫ് പോലെ ഇങ്ങനെ ലൈൻസ് വരുന്നുണ്ട്. പക്ഷേ ജൂട്ട് സാരീസ് ആണ് ഇതെന്ന് പറഞ്ഞാണ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജൂട്ടെന്ന് അങ്ങ് പറഞ്ഞത് കേട്ടോ. കാരണം ഇപ്പോഴത്തെ സാരിയുടെ ഈ മാനുഫാക്ചേഴ്സിന് മാത്രമേ അറിയത്തുള്ളൂ അതെന്താ സംഭവം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ പലതിൻ്റെ മിക്സാണ്. ബ്ലൗസ് നോക്ക്, ഇന്ന രസമാണ് നോക്ക്. ബ്ലൗസ് ഉണ്ടോ, നല്ല എന്നാ ബ്രൊക്കേഡ് എന്ന് പറയാൻ നല്ല വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ എന്നാ രസമായിരിക്കുമോ. നിങ്ങൾ ഈ ബ്ലൗസിനാണ് ഏറ്റവും എടുപ്പെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സാരിയുടെ ഏറ്റവും എടുപ്പ് ഈ ബ്ലൗസിനാണ്. ഈ ബ്ലൗസും തയ്ച്ചിട്ട് ആ ഒരു സാരിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഹെവി ഫംഗ്ഷന്, ഏറ്റവും വലിയ ഫംഗ്ഷന് പോലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോവാം. പിന്നെ എന്നാ പറയുക, നല്ല നമുക്ക് മാനേജബിളാണ്. അതാണ് ഈ സിൽക്ക് സാരിയും ഇങ്ങനത്തെ സാരികളും തമ്മിലുള്ള വ്യത്യാസം. അത് ബ്ലാക്കും ഡാർക്ക് പിങ്കും ആയിരുന്നു. ഇതാ ഇതിൻ്റെ നമുക്കില്ല. ആദ്യത്തെ നോക്കുമ്പോൾ ബ്ലാക്ക് കളറെ നോക്കുമ്പോൾ അത്ര അതിൻ്റെ സിൽക്ക് ഫീൽ അറിയത്തില്ല. ഇവിത്തെ നോക്ക്, സിൽക്കിൻ്റെ ഒരു ഫീൽ അറിയണമെങ്കിൽ കണ്ടോ എന്നാ രസമാണ് നോക്ക്. ചില കളറിനാണ് ആ ഫീല് ബ്രൈറ്റ്. ഇപ്പം ഈ അകന്ന് കാണുമ്പോൾ കാണുന്ന കളറാണ് ഇതിൻ്റെ കറക്റ്റ് കളർ കേട്ടോ. നല്ലൊരു മാംഗോ യെല്ലോയാണ്, നല്ല പ്രസരിപ്പ് ഫീൽ ചെയ്യുന്ന കളറാണ്. അടുപ്പിക്കുമ്പോൾ കളറിനകത്ത് വ്യത്യാസം വരുവേ. ഇനി ഇതിൻ്റെ കണ്ടോ എന്നാ രസം നോക്ക്. ഇത് മുന്താണി, ഇത് ബോർഡർ. മുന്താണിക്ക് വന്നിരിക്കുന്ന ചില്ലി റെഡ് ഷെയ്ഡാണ്. ബ്ലൗസിന് മറ്റേതിൻ്റെ പോലെ തന്നെ കണ്ടോ, ഈ ഒരു ബ്ലൗസ് നല്ല ഒരു ചില്ലി മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു കളറാട്ടോ ബ്ലൗസിനും മുന്താണിക്കും ബോർഡറിനും എല്ലാം വന്നി. ചില്ലി റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ചില്ലി മെറൂൺ എന്ന് പറയണ്ട. മെറൂൺ കളർ ചില്ലി വരൂലേ, ആ ചിന്തിച്ചു നോക്ക്.
എന്നിട്ട് ടാസിലൊക്കെ പിടിപ്പിച്ച് നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഈ റേറ്റിനൊക്കെ ഞാനത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയും, ഈ റേറ്റിനൊക്കെ ഇത്രയും നല്ല സാരിയൊക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് 10,000 മുടക്കാൻ പോകുന്നത്? മുടക്കുന്നവരോടും കൂടെ ഞാൻ ചോദിക്കും, എന്തിനാണ് മുടക്കാൻ പോകുന്നത്? മുടക്കുന്നവർ മുടക്കിക്കോട്ടെ അല്ലേ. അങ്ങനത്തെ സാരികൾ, ലക്ഷങ്ങളുടെ സാരികളും ഒക്കെ വിൽക്കുന്ന ധാരാളം ഷോപ്പുകളില്ലേ, അവർക്ക് അങ്ങനെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അത് വിൽക്കുന്നത്. ഈ ഒരു സാരി കേട്ടോ, നമ്മുടെ ചന്തേരിയുടെ പ്യോർ ചന്തേരി സാരിയാണ്, ഭയങ്കര സോഫ്റ്റ് ചന്തേരിയാണ്. ഞാൻ ഒത്തിരി ഈ ഒരു സ്റ്റഫ് കാണിച്ചിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാരിയാണ് കേട്ടോ. എന്നാ രസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത് ഇപ്പം കാണിച്ചത് ഒരു സിൽക്ക് അങ്ങനത്തെ ഒരു ഗെറ്റപ്പ്, സിൽക്കും ഇച്ചിരി പടിവെളുപ്പും തിളക്കവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു ഗെറ്റപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് സിൽക്കാണ്, ചന്തേരി സിൽക്കാണ്, ചന്തേരി കോട്ടൺ അല്ല, ചന്തേരി പ്യോർ ചന്തേരി സിൽക്കാണ്. പക്ഷെ വേറൊരു ഗെറ്റപ്പ്, രണ്ടും ഫങ്ഷൻ വേറെ തന്നെയാണ്. നല്ല ഇച്ചിരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് എലഗൻറ്റ് എന്ന് വേണേൽ പറയാം കേട്ടോ. നല്ലൊരു സാരി. ഈ സാരി നല്ല ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ഒത്തിരി, മീൻസ് എന്നാ ഏതായിരുന്നു മറന്നുപോയി, ഒത്തിരി അവരൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ കാണിച്ചപ്പോൾ ലിവ ബ്രാൻഡൊക്കെ ഇങ്ങനത്തെ സാരീസ് ഒത്തിരി ഇറക്കുന്നതാണ്. ഇത് പ്യോർ ചന്തേരി, ഇത് ഏജ് ബാർ ഇല്ലാതെ ഉടുക്കാം, നല്ല സോഫ്റ്റാണ്. ഇനി അത് ശരീരത്തിൽ ഇടുമ്പോൾ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ, അത്രയും സോഫ്റ്റാണ് കണ്ടോ. എന്നും കൊണ്ട് ഫ്ലോയി ആയിട്ട് ഒഴുകി പോകുന്ന ഒരു ടൈപ്പ് സാരിയല്ല. ബ്ലൗസ് ഇത് ബ്ലാക്ക്, ഡസ്റ്റി ബ്ലാക്ക്. ഈ താഴേക്ക് ലൈൻസാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും സാരി ഉടുത്ത് കഴിഞ്ഞാൽ. താഴേക്ക് ലൈൻസ് വന്നിട്ട് അതുണ്ടല്ലോ പൊക്കം മെലിച്ചിൽ ഒക്കെ ഉള്ള രീതിക്ക് ഈ ബോർഡർ ഭയങ്കര വീതിക്ക് വന്നു കഴിഞ്ഞാൽ പൊക്കത്തെ അത് അഫക്റ്റ് ചെയ്യാതെ പൊക്കം കുറച്ച് തോന്നിക്കും എന്നൊരു തോന്നൽ ചിലർക്കൊക്കെ ഉണ്ട്. എനിക്കതിനോട് ഇതില്ല. അങ്ങനെയുള്ളവർ എന്നെ എടുക്കണമെന്ന് അറിയാവോ, നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. 1 പ്ലീറ്റ്സ് ഇടുമ്പോഴല്ലേ ഉള്ളൂ ബോർഡർ വീതിക്ക് വന്നു കഴിഞ്ഞാൽ. പൊക്കം ഉള്ളവർക്ക് അത് നല്ലത് പോവാം, പക്ഷെ ബോർഡർ ഇച്ചിരി വേണം. നിങ്ങൾ ഓവറായി പോയാൽ അതിൻ്റെ ഭംഗി അങ്ങോട്ട് ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇച്ചിരി ബോർഡർ ഉള്ളതാണ് നല്ല. ബോർഡർലെസ് ആയിട്ടുള്ള സാരി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൽ മുന്താണിയ വർക്ക് വരണം. ഇനി ഇതിൻ്റെ തന്നെ ചെറിയ സെയിം സ്റ്റഫ്, സെയിം റേറ്റ്, എല്ലാം സെയിം. പ്രിൻറ്റിലൊരു ചെറിയ വ്യത്യാസം, കളറ് ബ്ലാക്ക്. അത് മെറൂണും ബ്ലാക്കും ആയിരുന്നെങ്കിൽ ഇത് ബ്ലാക്കും മെറൂണും കണ്ടോ. പിന്നെ രസമായിരിക്കും എന്നറിയാം സാരി കൊടുത്തു കഴിഞ്ഞാൽ. ഒത്തിരി നമുക്കിപ്പോൾ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യുന്നൊരു സാരിയാണ്. കാരണം അവർക്ക് തൊട്ട് പിടിച്ച് നോക്കിക്കഴിയുമ്പോൾ ഒത്തിരി ഇഷ്ടം വരും. ആർക്കും ഒരു ഇത് കൊള്ളാം, ഇത് വേണം എന്നൊരു. കാരണം ഈ ഒരു ബോർഡറും ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അങ്ങനെ എന്നാ പറയുന്നത്, ട്രെൻഡായിട്ട് അങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു സാധനമൊന്നുമല്ല, ഒരു എവർഗ്രീൻ എന്ന് പറയാം. ട്രെൻഡിൻ്റെ പുറകെ ഒന്നും പറയുന്നില്ല എൻ്റെ കാര്യം ഞാൻ പറയാം. ട്രെൻഡിൻ്റെ പുറകെ പോയാൽ എന്നാ നിറയ്ക്കുക, പെട്ടെന്ന് ആ ട്രെൻഡ് അങ്ങ് പോകും. പിന്നെ നമുക്കത് എന്നാ പറയുന്നത്, ഔട്ട് ഓഫ് ഓർഡറായി പോകും. നമുക്കത് ആവശ്യമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ഉണ്ടാകും. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ്. ഇതിലൊരു സെൽഫ് ഡിസൈൻ ഉണ്ട് ബ്ലൗസിൽ കൂടെ കേട്ടോ. കണ്ടോ എന്നാ രസം. ഉടുത്ത് വെക്കാനൊക്കെ നല്ല സുഖമാണ്, മാനേജബിളാണ് ഭയങ്കരമായിട്ട്. ഇന്ന് കാണിക്കുന്ന സാരി എല്ലാം തന്നെ അങ്ങനത്തെ കേട്ടോ. ഈ മാനേജബിൾ അല്ലാത്ത സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാരിയുണ്ട് ഈ സെമി സിൽക്ക് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേ ഇതാ ടെസർ സിൽക്ക് കാണാം. എന്നെ രസമാണ്, നിങ്ങൾ നോക്ക്. എൻ്റെയൊക്കെ ഫേവററ്റാണ് ഇത്. ഇതിനകത്ത് ഞാൻ കണ്ട് എഴുകിയ അപാകത, ഇതിൻ്റെ ബ്ലൗസ് സെൽഫാണ്, അതായത് ഈ ക്രീം പ്ലെയിൻ ബ്ലൗസാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ഒരു ചില്ലി റെഡാണ് ഇതേ കൂടെ പോയിരിക്കുന്ന വർക്ക്, ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ള് ബൂട്ടാസ് പോലെ ഫുള്ള് എംബ്രോയ്ഡറി പോയിരിക്കുക. അതിന് നിങ്ങൾ ആ ചില്ലി റെഡിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഡാർക്ക് മെറൂൺ കളറുള്ള ബ്ലൗസ് വാങ്ങിച്ചിട്ട് ഇടുവാണെങ്കിൽ കുറേ കൂടി ട്രഡീഷണലാണ്. നമ്മൾ കണ്ടിട്ടുള്ള മോഡൽ തന്നെയാണ് ആ ക്രീമും മെറൂണും കൂടെ എന്ന് പറയുന്നത്. പക്ഷേ ഭയങ്കര എളുപ്പമായിരിക്കും. സെമി ടെസറാണ് അതിൻ്റെ വിത്ത് ഹാൻഡ് വർക്ക്, കാന്താ വർക്ക്. ഇതുണ്ടോ ബോർഡറായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കാന്താ വർക്കാണ് ബോഡി. ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ് ആയി. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആണ്, പക്ഷേ കൈയുടെ അറ്റത്ത് ഈ ഒരു കാന്താ വർക്കുണ്ട് ഉണ്ടോ. അത് നല്ലൊരു ഭംഗിയല്ലേ ബ്ലൗസ്. കൈയുടെ അറ്റത്ത് ആ ഒരു സാധനം വന്നു കഴിയുമ്പോൾ ഒരെടുപ്പായിരിക്കും അല്ലേ.
ഇത് കണ്ടോ, ഇതൊരു മാംഗോ ഡിസൈൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. സെമി ടെസറാണ് സ്റ്റഫ്. നല്ല സാരിയാ, നല്ല എടുപ്പുള്ള സാരിയാ. കണ്ട ക്രീം ഷെയ്ഡ് എന്നൊക്കെ തോന്നുമ്പോൾ ക്രീം ഷെയ്ഡിന് എന്നാ എടുപ്പം തോന്നും. മുന്താണിയായിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് സാരി. മുന്താണി ഇപ്പം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചില്ല, മൊത്തം ഇങ്ങനെ തന്നെയാണ് സാരി. ഇത് കണ്ടോ, ഇതാ മുന്താണി എന്ന് പറയുന്നത്. തിരിച്ചായിട്ടിരിക്കുന്നത് മുന്താണി വരുമ്പോൾ ഈ ഒരു ലൈൻസ് ഇങ്ങോട്ട് വരും. ഇതിനുണ്ടല്ലോ നല്ല ഡാർക്ക് മെറൂൺ. ഞാൻ എപ്പോഴും ഓർക്കും, ഇന്നും നടന്നില്ലല്ലോ ദൈവമേ, മാലയും കൂടെ വെച്ച് കാണിക്കണമെന്ന്, അതിന് ചേരുന്ന ഓർണമെൻറ്റ്സും കൂടെ വെച്ച് കാണിക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. മറന്നും പോവും ചില സമയത്ത്, അതിനൊട്ട് സമയവും കിട്ടത്തില്ല. ആ സെയിം സാരി തന്നെ ഈ ഡിസൈനിലുള്ള വ്യത്യാസം, സെയിം സാരി ഡിസൈനിലുള്ള വ്യത്യാസം. നല്ലതല്ലേ, നല്ല രസമല്ലേ ഇത്. ഈ പറഞ്ഞ പോലെ പെരുന്നാളുകൾക്കും കല്യാണങ്ങൾക്കും മാമോദീസുകൾക്കും ആദ്യ കുർബാനകൾക്കും പിന്നെ എന്തിനു വേണമെങ്കിലും കൊടുക്കാം. ക്രീം സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു പ്രായം തോന്നിക്കുന്ന അങ്ങനത്തെ ഫീലിങ്സ് തോന്നിക്കുന്ന സാരിയല്ല, നല്ലൊരു ഗെറ്റപ്പ് തോന്നിക്കുന്ന സാരിയാണ്. മീൻസ് ഈ ക്രീം വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്കൊക്കെ ഇച്ചിരി കളർഫുള്ളായിട്ടിരിക്കുന്ന ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് റേറ്റ് കുറഞ്ഞ സാരി ഒരെണ്ണം കാണിക്കാം. ആദ്യം ഞാൻ ചോദിച്ചതിന് പോലെ ഒരു സെമി മൊഡാൾ സ്റ്റഫ്. സെമി മൊഡാൾ നമുക്ക് അന്നൊക്കെ ഇറങ്ങിയത്. ഞാൻ ഇതിൻ്റെ ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. രണ്ടും ഒന്നോ ഇനി ഉണ്ടോ, ഈ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് എടുത്തന്നേ ഉള്ളൂ, പർച്ചേസ് ചെയ്തതന്നേ ഉള്ളൂ, വരുത്തിയെന്നേ ഉള്ളൂ. കണ്ടോ, വെറും 699 എൻ്റെ ഓർമ്മ. കണ്ടോ, സെമി മൊഡാളിൻ്റെ ഒരു സ്റ്റഫാണ്. മൊഡാളിൻ്റെ സ്റ്റഫ്, സെമി മൊഡാളിൻ്റെ സ്റ്റഫ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സെമി മൊഡാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സെമി മൊഡാളിൻ്റെ ഒരു സ്റ്റഫ്. മൊഡാളിൻ്റെ പ്യുവർ മൊഡാൾ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസമുണ്ട്. 4000-5000 രൂപ റേറ്റ് ഉള്ളതാണ്. അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ റെപ്ലിക്ക, നല്ലൊരു ലെമൺ യെല്ലോ, അതിൻ്റെ കൂടെ സെൽഫ് ഒരു ബോർഡർ, നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഇത്ര റേറ്റ് അല്ല ഇതിനെ ഫീൽ ചെയ്യിക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടാലുണ്ടല്ലോ കുറേ കൂടെ വിലപിടിപ്പുള്ള സിൽക്ക് സാരി ഇട്ട ഒരു ഫീല് നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മുന്താണി വന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ കണ്ടോ, നല്ല രസമല്ലേ മുന്താണി. ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് മുന്താണിയല്ലേ, അല്ലാതെ ഈ എന്നാന്നറിയും മനുഷ്യൻ്റെ, ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോക്കകത്തെന്ന് പറഞ്ഞ പോലെ പറയുന്നത്, മനുഷ്യൻ്റെ മനസ്സിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഇത്രയേ ഉള്ളെന്ന് അങ്ങ് തോന്നി, അയ്യോ ഇതങ്ങോട്ടായിട്ട് കുറഞ്ഞാന്ന് തോന്നിക്കുന്ന ഒരു തോന്നലല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മുന്താണി നല്ല മുന്താണി. ഇതാണ് ബ്ലൗസ്, മെറൂൺ, പ്ലെയിൻ മെറൂൺ ബ്ലൗസ്. ഉണ്ടോ, ഇത് വേണമെങ്കിൽ വാങ്ങിച്ചോ. ഇനി ഒരു ഇത് ബഡ്ജറ്റ് റേറ്റ് ആണോ നോക്കട്ടെ. വലിയ വിലയൊന്നുമില്ല. കാന്താവർക്ക് ചെയ്ത സാരിയാ, നമ്മുടെ മൽച്ചന്തേരിയിൽ കാന്താവർക്ക്. കണ്ടോ, ഇപ്പം മൽച്ചന്തേരിയും കാന്താവർക്കും ഒക്കെ ഇപ്പം മൽച്ചന്തേരി ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ ഒരു ഭയങ്കര എന്നാ പറയുന്നത് ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് മൽച്ചന്തേരി, മൽക്കോട്ടൺ. ഞാൻ ഇട്ടേക്കുന്ന മൽക്കോട്ടൺ. മൽച്ചന്തേരി ഇടത്തില്ല, മൽക്കോട്ടൻ്റെ ഭയങ്കര ആരാധിക്കുക. ഷോപ്പിൽ ഏത് മൽക്കോട്ടൺ വന്നാലും L സൈസ് ഞാൻ കൊണ്ടുപോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കംഫർട്ടാണ്, അത്ര ഇഷ്ടമാണ്. കാര്യം നല്ല റേറ്റൊക്കെ, കാര്യം ഇതുപോലെ ഈ പഴന്തുണി പോലെ ഇരിക്കുന്നതേ ഉള്ളൂ, നല്ല റേറ്റുണ്ട്. അത് 3 പീസ് സെറ്റായിട്ട് വരുന്നതല്ലേ. ഇതാണ് മുന്താണി. ഇതുണ്ടോ, മുന്താണി വന്നിട്ട് ഈ ഒരു ഇതുണ്ടോ, ഇത് കാന്താവർക്കാണ് പോയിരിക്കുന്നത്, ഹാൻഡ് വർക്ക് എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ എന്നിട്ട് ചെറിയൊരു ഗോൾഡൻ സെറി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന കാന്താവർക്ക് നിങ്ങൾ നോക്കുക, ഇങ്ങോട്ട് കാണിച്ച്. ഇതിൻ്റെ കളറില്ലേ, ഒരു ഒനിയൻ പിങ്ക് കളറാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ടാസിലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനർ സാരിയുടെ ഒരു ഗെറ്റപ്പും ടച്ചപ്പും ഒക്കെ ഉണ്ട്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ്. ഈ ഒരു കാന്താവർക്ക് ബോഡി കൈയുടെ അറ്റത്ത് വരും, നല്ല രസമായിരിക്കും. ഇതിൻ്റെ 4 കളർ, എല്ലാ കളറും നല്ലതാണ്. അത്യാവശ്യം ഒരു പേസ്റ്റൽ ചാർട്ടാണ്. ഇത് കണ്ടോ, ഇതിനൊരു കുഞ്ഞൊരു ഗോൾഡൻ സെറിയൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭംഗിയാണ്. കണ്ടോ, ഇതിപ്പം നമുക്ക് ഇങ്ങനത്തെ സാരിയൊക്കെ കാണുമ്പോൾ തോന്നും ഇതങ്ങനെ വലിയ പക്ഷേ ഫംഗ്ഷൻ വെയറാണ്. ഞാൻ സമ്മതിക്കത്തില്ല ഫംഗ്ഷൻ വെയർ അല്ലെന്ന് പറഞ്ഞാൽ. ഇത് ഫംഗ്ഷൻ വെയർ ആണ്, പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്ന ആക്സസറീസും കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ സൂപ്പറാക്കി എടുക്കാം. നല്ല ഇപ്പോൾ ഇച്ചിരി നല്ല വലിയ കമ്മലോ അല്ലെങ്കിൽ നല്ല പേളിൻ്റെ മാലയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫംഗ്ഷൻ വെയറാണ്. പിന്നെയും
തിളക്കവും ഭയങ്കര ഓവർ ചന്തേരി ചന്തേരിക്ക് ഒരു തിളക്കമുണ്ട്, ചെറിയ തിളക്കം എന്നൊരു പേരേ ഉള്ളൂ കേട്ടോ. ഭയങ്കര തിളക്കമില്ല. ആ ഒരു ചന്തേരി സിൽക്ക് എന്നുള്ള പറയുന്നതിൻ്റെ ഒരു തിളക്കം. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാവേ. ബ്ലൗസ് കാണിച്ചല്ലോ. നല്ലൊരു യെല്ലോ കളറ്, ലെമൺ യെല്ലോ എന്ന് പറയാം. ലെമൺ യെല്ലോയുടെ അത്രയും ഒരു ഗ്രീനിഷ് ടച്ച് വരുന്നില്ല, നല്ലൊരു യെല്ലോയാ. കണ്ടോ, ഇത് ഫുള്ളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ ഇവിടെ മാത്രമല്ല, ഫുള്ളും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് മുന്താണിയുടെ പാർട്ട് വരുന്നത്. കാന്താവർക്കിന് ഒരിക്കലും ഡിമാൻഡ് പോകത്തില്ലല്ലോ, ഒരു കാലത്തും ഡിമാൻഡ് പോകത്തില്ല. അത് പല സ്റ്റഫിൽ ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അടുത്തത് ക്രീം. എൻ്റെ ഫേവററ്റാണ് ക്രീം. എനിക്ക് എന്തോരായാലും ക്രീമിനോടുള്ളൊരു ക്രീം എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ്, അതിൻ്റെ ഡാർക്കും കൂടെ കൂടി വരുമ്പോൾ ഭയങ്കര ഒരു എന്നെ അറിയിക്കത്തില്ലാത്ത ഒരു ഭംഗിയല്ലേ. കാണിക്കാൻ കൂടുതലായിട്ടൊന്നുമില്ല. ആദ്യം കാണിച്ച സാരിയെ കാണിച്ചത് തന്നെ, കളർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ കേട്ടോ. പിസ്ത ഗ്രീൻ, നല്ല പിസ്ത ഗ്രീൻ നോക്ക്. ഉണ്ടോ, മൽച്ചന്തേരിയാണ് ഫാബ്രിക്. ഇത് നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യരുത് കേട്ടോ. പ്രത്യേകിച്ചും ഇത് കാന്താവർക്കാണ് പോയിരിക്കുന്നത്. ഈ ഹാൻഡ് വാഷ് ഞാൻ എന്നും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഹാൻഡ് വാഷ് ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് ഇത്ര പ്രശ്നം? ഹാൻഡ് വാഷ് ചെയ്യുന്നത് സാധനം ഹാൻഡ് വാഷ് ചെയ്യാതിരുന്നാൽ പോരെ. നമ്മളത് ഷാമ്പൂ വാഷോ അല്ലെങ്കിൽ ഒരു ഡ്രൈ വാഷിനോ ഒന്ന് കൊടുത്താൽ പോലെ. അതിപ്പോൾ എത്രയോ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഷിൻ്റെ കാര്യത്തിലൊക്കെ പോകുന്നേ. അല്ലാതെ ഡെയിലി വാഷ് ചെയ്ത് കൊടുക്കേണ്ടവർ ഇങ്ങനത്തെ സാരി ഉടുക്കില്ലല്ലോ. ഷിഫോൺ സാരിയൊക്കെ അങ്ങനത്തെ സാരിയൊക്കെ അല്ലേ പറ്റുള്ളൂ. ഡെയിലി വാഷ് ചെയ്തേ ഉടുക്കുള്ളൂ, വാഷ് ചെയ്തതേ ഉടുക്കുള്ളൂ എന്നങ്ങനെ നിർബന്ധമുള്ളൊരു ഷിഫോൺ സാരിയോ ജോർജറ്റ് സാരിയോ അങ്ങനത്തെ, ജോർജറ്റ് പോലും അങ്ങനെ എപ്പോഴും ഒന്നും പറ്റത്തില്ല. ജോർജറ്റ് കുഴപ്പമില്ല. ഇത് പിസ്ത ഗ്രീനെ പ്രത്യേകിച്ച് ഈ കാന്ത വർക്കും കൂടെ ചെയ്തേക്കുന്നതുകൊണ്ടുണ്ടല്ലോ, ആ വർക്കല്ല നൂലൊക്കെ പോകാതെ ശ്രദ്ധിക്കണം. ഇതിനൊരു ഡബിൾ ഷെയ്ഡ് പോലെ ഫീൽ ഉണ്ട് കേട്ടോ, ഡബിൾ ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട്. അത് തെറ്റിദ്ധരിക്കപ്പെടരുത് കേട്ടോ. ഇങ്ങനെയുള്ളതായിട്ടേ കൂടി ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് പോലെ ഒരു ഇത്തരം പല കളർ ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു വീവിങ് അതിന് പോകുന്നത്. സ്റ്റഫ് മൽച്ചന്തേരിയുടെ ഏത് കളർ എടുക്കണമെന്നും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും, ഉറപ്പ് കാര്യമാണ്. കാരണം എനിക്കും ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് നല്ലതെന്ന് പറയാൻ പോലും. എന്താ നെറ്റ് കോട്ടായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സാരി. ഈ വേറൊരു മോഡല്. ഇത് നല്ല ഒരു സാൻഡൽ ഷെയ്ഡാണ്. സാൻഡൽ ഷെയ്ഡിൽ കൂടെ ഇങ്ങനെ ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള നെറ്റ് കോട്ടയാണെന്ന് പറഞ്ഞാലും ഒരു ഭയങ്കര ഇതുണ്ട്. ട്രാൻസ്പെറൻ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നല്ലൊരു എടുപ്പാണ് ഇതിന്. നിങ്ങൾ നോക്ക്, ബോഡി നോക്ക്, താഴത്തെ ബോർഡർ ഇങ്ങനെ വരികയും ഒരു ഹാൻഡ് വർക്ക് അത്ര അകലെ നിന്ന് കാണിച്ചാൽ കാണാവുന്നേ. ഇതാണ് കറക്റ്റ്. എനിക്ക് ഈ സാരിയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടങ്ങ് സത്യമായിട്ട് ഞാൻ ചുമ്മാ പറയല്ല, നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാനേ ഞാൻ പറയല്ല. എനിക്കിഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ചോയ്സ് നോക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്യാമറ ഒപ്പിയെടുത്തിൽ എനിക്ക് സങ്കടമാവും. എനിക്ക് ചില ദിവസത്തെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരും. ഇങ്ങനെ ആ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചൂടാവുകയൊക്കെ ചെയ്യും. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ആ സാരി ഡയറക്റ്റ് കണ്ട അത്രയ്ക്ക് ഭംഗിയാണേ, അത് എടുക്കണ്ടേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഒന്നും എല്ലാത്തിലും കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. മനുഷ്യനല്ലല്ലോ, ക്യാമറ ഒരു ഇതല്ലേ. എൻ്റെ ബ്ലൗസ് അതപ്പം നോട്ടോ പറ്റിയത്. സാറ് പറയാതെ ഇവിടെ അങ്ങനെ ഇത് കണ്ടോ, ബ്ലൗസ് ഇതാണേ, പ്ലെയിൻ. എന്നിട്ട് ഈ ഒരു ലേസ് വർക്ക് ചെയ്തിരിക്കുക ബോഡി ഇങ്ങനെ. ബ്ലൗസ് ഞാൻ പറഞ്ഞിട്ട് ആ പ്ലെയിൻ ബ്ലൗസ് ഇടാൻ പോകണ്ട, എൻ്റെ പറച്ചിലാട്ടോ. കാരണം ഇതിന് ഈ ഒരു നല്ല ചില്ലി റെഡ് കളറുള്ള ബ്ലൗസ് വാങ്ങി. നല്ല രസം ഇതാണോ അപ്പ, എൻ്റെ പൊന്നപ്പ മാറിപ്പോയി. ഇത് മടക്കി വെച്ചിരിക്കുന്ന ചില സാരി വരുമ്പോൾ അങ്ങനെ കേട്ടോ, മറിച്ച് മടക്കേ വരുള്ളൂ. അത് വർക്കുള്ള സാരി ആയതുകൊണ്ട് ഒലങ്ങി ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ നല്ല വശം. അയ്യോ അല്ല 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 ഇതാണ് നല്ല വശം. ഇതാ നല്ല വശം. ഈ കളറുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കുമോ? ചിലപ്പോൾ അതിൻ്റെ ബ്ലൗസ് തന്നെ ആയിരിക്കും നല്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇനി ഒരു കുറച്ച് ചുരിദാർ സെറ്റും കൂടെ കാണിക്കട്ടെ. വളരെ കുറച്ച്. ഇന്നറിയാം, ചുരിദാർ സെറ്റ് കാണിക്കാൻ സമ്മതിക്കത്തില്ല. വീഡിയോ ലെങ്തിയാന്ന് പറഞ്ഞു. എന്നും ചുരിദാർ സെറ്റ് ഈ ഷോപ്പിൽ വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ വന്നിട്ട് എന്നെ കാണുമ്പോഴെല്ലാം കംപ്ലൈൻറ്റ് പറച്ചില്ല. വീഡിയോയ്ക്കകത്ത് സാരി മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ കുർത്തിയുടെ ശേഖരം നിങ്ങൾ കാണാം, അതുപോലെ ഉണ്ട്. പക്ഷേ
എന്ന് സാരി കാണിച്ച് പിന്നെ ഒരു കാര്യമാണ്, എനിക്ക് സാരി കസ്റ്റമറേ കൂടുതലും ധരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വാശി പിടിച്ച് ചുരിദാർ എന്തേരം ഉണ്ട്, എന്തേരം വലിയ വീഡിയോ ആയാലും കുഴപ്പമില്ല, ഇന്ന് ചുരിദാർ സെറ്റ് കാണിച്ച് അടങ്ങുന്നു. ചുമ്മാ ഒരു 2 ടൈപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നല്ല വർക്ക് ചെയ്ത ഈ ക്രീമിനോടുള്ള എൻ്റെ ഭ്രാന്ത്, ചന്ദന കളറിനോടുള്ള എൻ്റെ ഭ്രാന്താണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഞാൻ എന്തേലും ഭ്രാന്താന്ന് പറഞ്ഞാലും ഇത് കേട്ടോ, ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഈ ഒരു നല്ല വർക്കാണ്. നമ്മുടെ ഇങ്ങനത്തെ എന്നാ വർക്കാ, ലക്നൗവി വർക്കൊക്കെ വരികയല്ലേ, അതുപോലത്തെ വർക്കാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റഫ് വന്നിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ്ലൂം ചന്തേരി അങ്ങനെ മിക്സ് ആയിട്ടുള്ള സ്റ്റഫാണ്. ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ വരും, ബാക്ക് പ്ലെയിൻ ആണ്. ഇനി ഇതിൻ്റെ ഷോളും ഇതും കൂടെ കാണിക്കാം. ഷോള് മാത്രം വ്യത്യാസപ്പെട്ട് വരും. ഇത് കണ്ടൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചെറിയൊരു സെറിയൊക്കെ വെക്കാനായിട്ട് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഷോള് ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഷോള്. ഒന്ന് കട്ടി, ഇതാണ് ഇതിൻ്റെ ഷോള്. നല്ല ഇത് പ്ലെയിന് ശരിക്കും ലക്നൗവി വർക്ക് പോലെ ചെയ്തത്. ഇത് ഇങ്ങനെ വന്നിട്ട് പ്രിന്റഡ് ഷോള്, നല്ലൊരു ഭംഗിയായിരിക്കും. ഇട്ട് കണ്ടു കഴിയുമ്പോൾ ബോട്ടമായിട്ട് ഇത് വരും. അതായത് ഇത്തലിപ്പം എടുത്ത് നിൽക്കുന്ന കളർ എന്ന് പറയുന്നത് ഡാർക്ക് പിങ്ക് അല്ലേ, അപ്പോൾ ആ ഒരു കളർ വരും. ഇനി ഈ കളേഴ്സാണ് മാറുന്നത്. ടോപ്പ് എല്ലാത്തിൻ്റെ സെയിം ആണ്, കളേഴ്സ് മാറും. എന്നാ പറയുന്നത്, നമുക്ക് ഡെയിലി ഉടുക്കണം. കോട്ടൺ ചന്ദേരി കോട്ടൺ ഒരു സ്റ്റഫാണ്. ചൂട് അങ്ങനത്തെ ഒന്നും എടുക്കുന്നതല്ല. നിങ്ങൾ ഇടുന്ന ലൈനിങ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇട്ട് തയ്പ്പിക്കാവുള്ളൂ. കുറഞ്ഞ ലൈനിങ് ഒന്നും മേടിച്ച് തയ്പ്പിക്കരുത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇട്ട് തയ്പ്പിക്കണം. അങ്ങനത്തെ സ്റ്റഫ് അതിപ്പം അത്യാവശ്യം കൊള്ളാവുന്ന സ്റ്റഫിനെല്ലാം ലൈനിങ് മേടിക്കുന്നിടത്ത് പിശുക്കെടുക്കരുത്. കാരണം ലൈനിങ് ചുരുങ്ങും, അകത്ത് ചുരുങ്ങിയും പോവും, മുകളിലത്തെ ചുരുങ്ങത്തും ഇല്ല. അപ്പോൾ ചുരിദാർ വെറുതെ പോകും. ഇതാണ് ടോപ്പ് കേട്ടോ. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. ടോപ്പ് സെയിമാണ്, ഇനി ഒരെണ്ണം നിർത്താൻ മതിയല്ലോ അല്ലേ. ഇത് വരും ഷോള്. മുമ്പേ വന്നതിന് പിങ്ക് അല്ലായിരുന്നോ, ഇപ്പം ഇതിൻ്റെ ഒരു ബേൺഡ് ഓറഞ്ച് ആണ് അതിൻ്റെ ഷോളിനകത്ത് എടുത്ത് നിൽക്കുന്ന കളറ്. കണ്ടോ, ഇങ്ങനെ ബോട്ടം വരുമ്പോഴും ആ ഒരു ബേൺഡ് ഓറഞ്ച് തന്നെ വരും. കൂടുതൽ വന്നിരിക്കുന്ന ഈ ഒരു യെല്ലോ, മാംഗോ യെല്ലോ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കളറ്. അങ്ങനെ ഇരിക്കും കണ്ടോ. ഇനി അടുത്തത് ഗ്രീൻ, പാരറ്റ് ഗ്രീൻ. കണ്ടു നല്ലത്. ചുമ്മാ ഇടാനല്ല, ചുമ്മാ ഇടുന്ന ഡെയിലി യൂസിന് ഇട്ട കുഴപ്പമൊന്നുമില്ല, ഇടുന്നതിന് പ്രശ്നമില്ല, ഓവറായി പോയെന്നൊന്നും തോന്നത്തില്ല. അതേ ഒരു ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടാം, ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാം. നല്ല ഒരു സ്റ്റൈലാണ്. ഇനി ഒരു ചന്തേരിയുടെ ഒരു സ്റ്റഫ് കാണിക്കാറ്. പ്യുവർ ചന്തേരിയാണ് ഇത്. ഇതിൻ്റെ ഷോളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ടോപ്പ് കേട്ടോ. എല്ലാ ടോപ്പിനും ഈ ഒരു ബോഡിക്ക് ഈ ഒരു കളറാണ്. ഇവിടുത്തെ കളർ മാത്രം മാറും. ഇവിടെ ഇതിപ്പോൾ നല്ലൊരു പച്ചയാണ്. ഷോൾ വന്നിട്ട് ഇങ്ങനെ. ഇത് ബോട്ടം. ഈ ബോട്ടം സെപ്പറേറ്റ് പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചിരിക്കുന്ന ഒരു കാരണവശാലും നിങ്ങൾ ബോട്ടം ടോപ്പും കൂടെ ഒന്നിച്ചിട്ട് കഴിയരുത് കേട്ടോ. കാരണം ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കുമാണ്. ഇതിൻ്റെ ഷോള് നിങ്ങൾ കാണാൻ എന്നാ വലിയ ഷോളാണ് കണ്ടോ. പ്യുവർ ചന്തേരിയുടെ ഷോളാണ്. ഇങ്ങനെ ഇരിക്കും. അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാം. ഹെവി പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല സാരി എടുത്ത് കാണിക്കുന്ന പോലെ കാണിക്കുക. ഇതുണ്ട് ഈ ഒരു നല്ലൊരു പച്ച, ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാനൊക്കെയാണ് ഇത് വെച്ച് വേറൊരു ടോപ്പും കൂടെ തയ്ച്ച് കളയും. പിശുക്കല്ല അതൊന്നും, അതൊക്കെ ചുമ്മാ ഒരു അല്ല. വേറൊരു കാര്യമുണ്ടേ, വേറെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി മൊത്തം അങ്ങ് പോകും. ഇത് ഷോളായിട്ട് ഇടണം. ഈ ഒരു സംഭവമില്ലേ, കൈയുടെ ഒറ്റത്തൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഇനി ഇവിടുത്തെ കളർ മാറുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാ മെറൂൺ കണ്ടോ. അപ്പോൾ ഷോള് വരുമ്പോൾ നല്ല ചന്തേരിയുടെ അടിപൊളിയായിട്ടുള്ള ഷോള്. ഈ ഷോൾ ഒറ്റയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് 100-100 രൂപ കൊടുക്കണം. കാരണം പ്യുവർ ചന്തേരി തന്നെയാണ് ഷോള് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു മെറൂൺ കളർ. എന്നിട്ട് ഇതങ്ങോട്ട് ഡിമ്മാണേ. ഇവിടെ നോക്ക്, ഇവിടെ ശരിക്കും ഡിമ്മായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്.
പച്ചവെള്ളത്തിൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഗ്രേ, പച്ചവെള്ളം സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഇരിക്കുന്ന കളർ പോലത്തെ ഒരു കളറാണ്. എന്നെ ഉദാഹരണം അല്ലേ. എന്നിട്ടുണ്ടല്ലോ ഇവിടേക്ക് വരുമ്പോൾ ഡാർക്ക്, അത് തന്നെ ഷോളും എന്നിട്ട് ഡാർക്ക് തന്നെ ബോട്ടോ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നല്ലതല്ലേ? റേറ്റും കൂടെ നോക്കണം. പ്യുവർ ചന്തേരിയാണെന്ന് ഓർക്കണം. ചളവാക്കി ഞാൻ ഈ വീഡിയോ ഇത് കാണിക്കും. നോക്ക് 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 നോക്ക്, കണ്ടോ? നല്ല എന്നാ കളറാ? ഇതെന്നാ കളറായിരുന്നു? മെറൂൺ അല്ലല്ലോ, ബ്രൗൺ, കോഫി ബ്രൗൺ. ഇത് ഷോള് എന്താ, ഷോളാണ് രസം. ആ ഷോള് അത് നല്ല സോഫ്റ്റാണ്, നല്ല ഒതുങ്ങി കിടക്കും. 1 പ്ലീറ്റ്സ് ഫംഗ്ഷൻ ആണെങ്കിൽ 1 പ്ലീറ്റ്സ് ആയിട്ട് ഇടണം. നിങ്ങളെല്ലാം ഓഫീസ് വെയർ ആയിട്ടോ അങ്ങനെ അല്ലാതാണ് ഇടുവാണെങ്കിൽ പുറകെ കൂടി ഇടാം. എങ്ങനെ ഇട്ടാലും നല്ല ലെങ്ത്തും വിട്ടും എല്ലാം ഉള്ള ഷോള്. ബോട്ടം ഇതുണ്ട്. ഇത് ഇനി ഒരു കളറും കൂടെ ഉണ്ട്. അതെന്നാ കളറാണ്? ബ്ലാക്ക്. ഉണ്ടോ? ഷോള് വരുമ്പോൾ ഇങ്ങനെ വരും. കണ്ടോ? ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് എടുത്തോ, മെറൂൺ വേണമെങ്കിൽ മെറൂൺ എടുത്തോ, ബാക്കി കളർ തന്നെ. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ എടുത്തോ, കോഫി കളർ വേണമെങ്കിൽ കോഫി കളർ എടുത്തു. ഞാൻ ചുരിദാർ സെറ്റ് കാണിച്ചില്ല എന്ന് പറഞ്ഞ് എൻ്റെ വാശിപിടുത്തത്തിന് കുറഞ്ഞു. ഞാൻ ഈ തൊട്ട് എല്ലാ ദിവസവും ചുരിദാർ സെറ്റ് കാണിക്കണമെന്ന് ഭയങ്കര. ചുരിദാർ സെറ്റും കുർത്തിയും നമ്മുടെ കടയിൽ സത്യത്തിൽ ഏറ്റവും കൂടുതലുള്ള ഐറ്റം ചുരിദാർ സെറ്റും കുർത്തിയാണ്. ഞാൻ ഓൺലൈനിൽ കാണിക്കുന്നത് സാരിയാന്ന് പറഞ്ഞാലും കൂടുതലും എന്നൊന്ന് പറഞ്ഞല്ലേ ആഴ്ച 2 തവണ പുതിയ കളക്ഷൻസ്, നമ്മുടെ ഓൺ പ്രൊഡക്ഷനും അല്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ഷനും എല്ലാം ഏറ്റവും കൂടുതൽ വരുന്നത് കുർത്തിയാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ചുരിദാർ സെറ്റ്. നമുക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സും ഉള്ളതും അതാ. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഓൺലൈനിൽ ഇത് കാണിക്കാറേ ഇല്ല. കടയിൽ വരുന്ന കസ്റ്റമർ മുഴുവൻ ചോദിക്കുന്ന ഒരു, എന്നെ കണ്ട അപ്പോഴേ ചോദിക്കും, ഇതെന്ത് സാരി മാത്രമേ ഉള്ളല്ലോ ഓൺലൈനിൽ. അപ്പോഴൊക്കെ ഞാൻ തീരുമാനിക്കും കാണിക്കണമെന്ന്. പക്ഷേ പിന്നെയും തഥൈവ. അപ്പോൾ ഇനി തൊട്ട് കാണിക്കാട്ടോ. അപ്പോൾ ചുരിദാർ സെറ്റ് കാണുന്നവരും കുർത്തി കാണുന്നവരും ഒക്കെ ഇനി തൊട്ട് വീഡിയോ കാണണേ, കാണിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.